പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 69ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോട്ടയത്തു നിന്നുള്ള ടിൻറ്റു എന്നൊരു മകളുടെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് ടിൻറ്റു, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മകളുടെ പ്രായത്തിൽ കവിഞ്ഞ ഒരു വലിയ ആധ്യാത്മിക പക്വത എല്ലാ വിഷയങ്ങളും സമീപിക്കുന്നതിൽ ഈ മകൾ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിനെ 2 തവണയാണ് ഉടമ്പടി നിബന്ധനകൾ വൃത്തിയായി പാലിച്ചതുമൂലം ഈ മകൾക്ക് കാണാൻ സാധിച്ചു. നേരിട്ട് പരിശുദ്ധമ്മ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഇതാണ് ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ മകൾ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. കറൻ്റ്ലി ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് സ്റ്റാഫ് നേഴ്സാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്നാന്ന് വെച്ചാൽ, ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൾ OET എക്സാം എഴുതാൻ പോയതും OET എക്സാം പാസ്സായതും എന്നൊക്കെ. അവൾ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സെയിം ഞാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. അങ്ങനെ എനിക്കും OET പാസ്സാകുവാൻ സാധിച്ചു. പിന്നീട് ഈ മകൾ അയർലൻഡിലോട്ട് ജോബിന് വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ അവിടെ റിക്രൂട്ട്മെൻറ്റൊക്കെ ഫ്രീസായി എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. പക്ഷേ ഈ മകൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതകരമായിട്ട് അസാധ്യമായിട്ടുള്ള വിഷയം നടന്നു. ഈ മകൾക്ക് അയർലൻഡിൽ ജോലി കിട്ടുകയാണ്. അങ്ങനെ ജോലി കിട്ടുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഈ മകൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഈ സാക്ഷ്യത്തിൽ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ മകൾ മരിയൻ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ മകളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. ആ മകൾ അവസാനമാണെന്ന് പറയുന്നുണ്ട്. ഞായറാഴ്ചകളിൽ പോലും കുർബാനയ്ക്ക് ചിലപ്പോൾ ഒക്കെ അങ്ങനെ അത്രയേറെ തീക്ഷ്ണതയോട് കൂടിയിട്ട് അതിൻ്റെ പ്രാധാന്യം കൊടുക്കാത്ത ഞാനാണിപ്പോൾ ഇങ്ങനെ ദിവ്യബലിയിൽ ഈശോയെ രുചിച്ചറിഞ്ഞ് ഇങ്ങനെ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ 5 പേജ് ബൈബിൾ വായിക്കും. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും 5 കൊന്ത ചൊല്ലും. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് അയർലൻഡിൽ ഇരിക്കെ തന്നെ എനിക്ക് പരിശുദ്ധ ദൈവമാതാവിനെ 2ാമതും കാണുവാൻ സാധിച്ചു. അപ്പം ആ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ പത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, പത്രങ്ങളെല്ലാം തീർന്നു പോയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഒരു ദിവസം 5 വീതം എന്ന രീതിയിൽ ആഴ്ചയിൽ 25 വീതം ഞാൻ എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ മകൾ ഒരു ദിവസം ഒരു ഐറിഷ് ലേഡിക്ക് നമ്മുടെ കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി എനിക്ക് തിരിച്ച് ഇവിടുത്തെ നീലത്തിരിയുടെയും പച്ചത്തിരിയുടെയും കളറിലുള്ള ചോക്ലേറ്റ് എനിക്ക് തിരിച്ച് തന്നു. അതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം അറിയിച്ചാണ് എനിക്ക് അടയാളം തന്നതാണ്. അതുപോലെ ഇനി മകൾ പറയുന്നുണ്ട്, കൃപാസനത്തിൽ വന്ന് ഇതേപോലെ അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കാൻ, അതായത് റിക്രൂട്ട്മെൻറ്റൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ബ്ലെസ്സിങ് സ്വീകരിക്കാൻ വന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ് ഈ മകൾ പരിശുദ്ധ ദൈവമാതാവിന് ഒരു 6 സെക്കൻഡ് നേരത്തേക്ക് കാണുന്നത്. വീണ്ടും അയർലൻഡിൽ ചെല്ലുമ്പോഴും ഈ മകൾ പറയുന്നുണ്ട്, ദൈവമാതാവ് സാന്നിധ്യം അറിയിച്ച് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അതെ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വീണ്ടും ഓൺലൈൻ ഉടമ്പടിയൊക്കെ പുതുക്കി ഓൺലൈനിലൊക്കെ ഉടമ്പടി എടുത്ത് വിശുദ്ധിയും വിശ്വാസപൂർവ്വം പാലിക്കുമ്പോൾ അയർലൻഡിൽ വെച്ചും മാതാവ്, അതായത് 2 തവണ നാട്ടിലും അതുപോലെ തന്നെ അയർലൻഡിൽ വെച്ച് കൃപാസന മാതാവിനെ നേരിട്ട് കാണാനുള്ള സെക്കൻഡ് നേരത്തേക്കാണെങ്കിൽ കൂടി ഈ മകൾക്ക് നേരിട്ട് കാണാനുള്ള വലിയൊരു കൃപ കിട്ടിയെന്ന് ഈ മകൾ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ മകൾ സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യും മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ മാതാവിൻ്റെ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും ഈശോയെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു, ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസം എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്തിരുന്നു. കാരണം എല്ലാവർക്കും വേദനിക്കുന്ന ആരെ കണ്ടാലും ഞാൻ സഹായിക്കും, തളർന്നിരിക്കുന്നവനെ ഞാൻ ആത്മധൈര്യം കൊടുത്ത് ശക്തിപ്പെടുത്തും, എന്നാലാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യും.
അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ ഈശോയുടെ ഒരു കൊച്ചാണെന്ന്. ആദ്യമായിട്ടാണ് ഇത്രയും നാൾ ഞാൻ കൃപാസനത്തിൽ വന്നത് 2012-ലാണ്. 2010-ലാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഒരു യൂത്ത് അങ്ങനെ ഒരു ചങ്കുറപ്പോട് കൂടിയിട്ട് പലരും ഇതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെയാണ് അവർ സ്വന്തമാണെന്നൊക്കെ പറയാറ്. അതായത് ഏറെ പ്രത്യേകമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ പ്രണയിതാക്കളൊക്കെ പറയും ഓപ്പോസിറ്റ് പാർട്ട്ണർ എൻ്റെ സ്വന്തമാണെന്നൊക്കെ. പക്ഷെ ഇവിടെ ഈ കൊച്ചു പറയുന്നൊരു കാര്യം, ഞാൻ ഈശോയുടെ കൊച്ചാണെന്നാണ് പറയുന്നത്. അത് കേൾക്കാൻ ഭയങ്കര ഒരു സമർപ്പിത എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നെങ്കിലും ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവവിളിയുടെ ഒരു വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു സാധാരണ വിശ്വാസത്തിൽ നിന്ന് ഈ മകളുടെ അയർലൻഡിൽ ജോബ് സെറ്റിലായി, അവളുടെ ലൈഫ് സെറ്റിലായി എന്നതിനേക്കാൾ ഉപരിയായി ഈ മകൾ ഈശോയുടെ സ്വന്തമായി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതെ, നിങ്ങൾ കൃപാസനത്തിലേക്കുള്ള പരിശുദ്ധ മാതാവിൻ്റെ ആ ഒരു ക്ഷണിക്കൽ അതൊരു ദൈവവിളിയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെ ഒരു ദൈവവിളി സ്വീകരിച്ചാൽ എന്താണ് ഒരു ഗുണം എന്നതെന്ന് ചോദിച്ചാൽ, ഭൗതികമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒക്കെ ഭവനങ്ങളിൽ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ യാമപ്രാർത്ഥനകളിൽ അവരെപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരാണ്. അതായത് ആ നിശ്ചിത സഭാക്രമങ്ങളോട് സഭയുടെ നിയമത്തോട് ചേർന്നുകൊണ്ട് ഈശോയെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് സമർപ്പിതർ, അതുമല്ലെങ്കിൽ സമർപ്പണ ജീവിതം സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ മരിയൻ ഉടമ്പടിയും ഒരു സമർപ്പണ ജീവിതം തന്നെയാണ്. അതെ, അവൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് വലിയൊരു പ്രതിഷ്ഠ, ഒരു സമർപ്പണം നമ്മൾ നടത്തിയിട്ടാണ് ഭവനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്രകാരം നമ്മൾ ഈശോയുടെ സ്വന്തമായി മാറുമ്പോൾ നമ്മുടെ തലമുറകളിലൂടെയാണ് അതെ നിങ്ങളറിഞ്ഞ ഈ കൃപാസന മാതാവിനെ, കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമായി കൂടെ നടക്കുന്ന കൃപാസന മാതാവിനെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ തന്നെ ഒരു വലിയ കൃപാസനം മരിയൻ പ്രേക്ഷിതയാണ്, അതുമല്ലെങ്കിൽ ഒരു മരിയൻ മിഷണറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വർഗീയ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ടുകൾ കൂട്ടി ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തലമുറകൾക്ക് വരെയാണ് അത് പ്രയോജനപ്പെടുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കൃപാസന മാതാവിനെ നിങ്ങളുടെ വാക്കാൽ, നിങ്ങളുടെ പ്രവൃത്തിയാൽ, നിങ്ങളുടെ ഒരു സഹായത്താൽ മൂന്നാമതൊരാൾക്ക്, രണ്ടാമതൊരാൾക്ക്, അതുമല്ലെങ്കിൽ അനേകരിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളും ഈ ഒരു വലിയ സുവിശേഷ മുന്നേറ്റത്തിൽ ഈശോയോട് ചേർന്നിരിക്കാനുള്ള ഒരു വലിയ വിളിയിൽ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ വളർന്നു വരുന്ന മക്കൾ തീർച്ചയായിട്ടും അവർ ദൈവവിളി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലുള്ള ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരാളെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഇന്ന് നമുക്കറിയാം ഒരുപാട് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ശവക്കലകളാണ് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത കുഴിമാടങ്ങളായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതെ, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാതെ അവർ ജീവിച്ചതുകൊണ്ടാണ് ഒരു കാരണം. രണ്ടാമതായിട്ട് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. അതെ, എന്തൊക്കെ നേടിയാലും ലോകത്ത് എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ഓർത്തു പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവിക വലിയ ദൈവവിളികൾ, അത് സമർപ്പിതരും അതുപോലെ തന്നെ വൈദികരും ആകണമെന്ന് നിർബന്ധമില്ല, മറ്റു ദൈവവിളികളും ആകാം. മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് തന്നെ വലിയ പ്രേക്ഷിത വേല ചെയ്യുന്ന മക്കളുണ്ട്. അവരെയും നമ്മൾ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു നിമിഷം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ആദ്യമായിട്ട് ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ചിന്ത. പിന്നീട് വന്നത് 3 വചനങ്ങളാണ്. ഒന്നാമതായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു.
അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. അത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം തുളച്ചു കയറും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറ്, നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ചു പോയിട്ട് വെറുതെ ഇരിക്കരുത്, നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുഴുകണം. ഈ മകൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുഴുകിയപ്പോഴാണ് ഈ ടിൻഡു എന്ന മകൾക്ക് വലിയ സാധ്യമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചത്. അതേ കൃപാസനം പത്രം കയ്യിൽ തീർന്നു പോയപ്പോൾ ഈ മകൾ ഓൺലൈനിൽ പ്രിൻ്റ് എടുത്ത് ദിവസവും 5 വീതം, അതെ അവിടെ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച്, ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഇടയിൽ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് കൃപാസന അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. പക്ഷേ ആ മകൾ ദൈവസ്നേഹത്തോടെ അത് ചെയ്തപ്പോഴാണ് 2 തവണ പരിശുദ്ധ അമ്മയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള ദൈവാനുഭവങ്ങൾ ഈ മകൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങളാണ്. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും, അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. അതെ, ദൈവവിളി സ്വീകരിക്കുക എന്നുള്ളത് പിമ്പിലുള്ളവയെല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ നിങ്ങൾക്ക് ടാഞ്ചിബിളായിട്ട് സമീപിക്കാവുന്ന ദൈവത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു മുന്നേറ്റമാണ്. അത് ഈ മകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്, അങ്ങ് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു, അങ്ങേക്ക് എന്തും സാധ്യമാണ് എന്ന്. അതെ, ഉടമ്പടിയിൽ മുഴുകി, ദൈവവേലയിൽ മുഴുകി, ഈശോയുടെ ശുശ്രൂഷയിൽ വ്യാപൃതയായപ്പോൾ ഈ മകളോട് വലിയ കാരുണ്യമാണ് ദൈവപിതാവ് കാണിച്ചത്. അസാധ്യമായിട്ടുള്ളൊരു വിഷയം, അതെ അയർലൻഡിൽ റിക്രൂട്ട്മെൻറ്റ് അത് ഫ്രീസ് ചെയ്തിരിക്കുന്ന സമയത്തും ഈ മകൾക്ക് നല്ലൊരു ജോലി നൽകി ദൈവപിതാവ് ഈ മകളെ അനുഗ്രഹിച്ചു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോയെ, ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ടിൻഡുവിൻ്റെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതെ, ദൈവ ശുശ്രൂഷയിൽ മുഴുകിക്കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നീ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നിൻ്റെ യാചന, അത് നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറി അത് ദൈവ തിരുസന്നിധിയിൽ എത്തുന്നു എന്നുള്ളൊരു വലിയ ബോധ്യം നൽകിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ ദൈവമാതാവേ, നിൻ്റെ മധ്യസ്ഥയിൽ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി എല്ലാം ഞങ്ങളുടെ പിന്നിലുള്ളവയെല്ലാം വിസ്മരിച്ച് നിത്യതയാകുന്ന ആ വലിയ നിധിയെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ആഴമായിട്ടുള്ള വലിയ വചനബോധ്യങ്ങളും കൃപയും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുന്ന, ഏറെ പ്രത്യേകമായിട്ട് കരിയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ജോലി തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഇവിടെ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഓരോ ജീവിത ദുരന്തങ്ങളിലിരിക്കുന്ന മക്കളെയും ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.